രാജ്യതലസ്ഥാനം ഇന്നും സമരമുഖരിതമാണ്. കോക്രോച്ച് പാർട്ടി പ്രവർത്തകർ ജന്തർ മന്ദറിൽ സമരം ശക്തിപ്പെടുത്തുകയാണ്. അടിച്ചമർത്തിയാലും സമരം തുടരും എന്നതാണ് CJPയുടെ പ്രഖ്യാപനം. അഭിജിത്ത് ദീപ് കെ, പാർട്ടി സ്ഥാപകൻ, രാവിലെ മാതൃഭൂമി ന്യൂസുമായി സംസാരിച്ചിരുന്നു. ഇന്നലത്തെ സമരത്തിൽ പരിക്കേറ്റ ഒരു പെൺകുട്ടി ചികിത്സയിൽ തുടരുകയാണെന്ന് അഭിജിത്ത് ദീപ് കെ പറഞ്ഞു. कल आपका मन नहीं भरा, खून बहाकर बच्ची होगा, अभी भी डंडे दिखा रहे हो आप, मत करिए सर। कल बहुत खून बहाया है आप लोगों ने, कल बहुत खून बहाया है। मैं मिलकर आया हूँ उन बच्चों से हॉस्पिटल में जिनके ऊपर लाठियां चली है। सर फूटा, एक लड़की क्रिटिकल है, एक लड़की बहुत ज्यादा क्रिटिकल है। अभी भी आप लोग डंडे दिखा रहे हो, इतना सब कुछ होने के बाद भी आप कैसे ऐसे कर सकते हो? आपके घर पर बच्चे नहीं है क्या? आपके अपने बच्चे नहीं है क्या? मत करिए. വിഷ്ണു പ്രസാദാണ് വിവരങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, വീണ്ടും സമരം ശക്തിപ്പെടുത്തി മുന്നോട്ട് പോവുക എന്നതിൽ നിന്ന് ഒട്ടും പിന്നോട്ട് പോകുന്നതേയില്ല CJPയും അവരെ പിന്തുണയ്ക്കുന്ന വിദ്യാർത്ഥി സമൂഹവും നിരവധി സംഘടനകളും. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കാര്യമായ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല എങ്കിലും NDA യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ച നിലപാട് ഇനി വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനകം ഇപ്പോഴത്തെ പരീക്ഷാക്രമക്കേടിൽ നടപടി സ്വീകരിച്ചിട്ടുമുണ്ട് എന്നാണ്. ഈ പ്രതികരണങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ സമരത്തിൽ പിന്നോട്ട് പോയേക്കാം എന്നൊരു നിലപാടിലേക്ക് ഇവർ എത്തുന്നുണ്ടോ? എന്ത് സംഭവിക്കും? എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? രതീഷ്, ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ഇന്നും CJPയുടെ പ്രതിഷേധം ശക്തമായി തന്നെ തുടരുകയാണ്. നമുക്ക് ഇന്ന് രാവിലെ മുതൽ തന്നെ അവിടെയുള്ള വിദ്യാർത്ഥികളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സമരം ഇപ്പോൾ അവസാനിപ്പിക്കാൻ എന്തായാലും CJP തീരുമാനിച്ചിട്ടില്ല എന്നതാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ കുറഞ്ഞ ഒന്നും തന്നെ സ്വീകാര്യമല്ല വിദ്യാർത്ഥികൾക്ക് എന്ന നിലപാടാണുള്ളത്. പക്ഷെ അതേസമയം തന്നെ ഡൽഹി പോലീസും കാര്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇന്നും നഗരത്തിൽ ഒരുക്കിയിട്ടുണ്ട്. പാർലമെന്റിന് ചുറ്റും അധിക സേനാ വിന്യാസം നടത്തിയിരിക്കുകയാണ്. പല രീതിയിലുമുള്ള പ്രതിഷേധങ്ങൾ ഇന്നലെ കണ്ട പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ പാർലമെന്റിന്റെ പരിസരത്ത് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് നടപ്പാക്കിയിട്ടുള്ളത്. ജന്തർ മന്ദറിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന റോഡുകളെല്ലാം തന്നെ പോലീസ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. കാൽനടയായി തന്നെ കടത്തിവിടുന്നവരെ പോലും പരിശോധിച്ച ശേഷമാണ് പോലീസ് കയറ്റിവിടുന്നത്. എന്തായാലും ഡൽഹിയിലെ ജന്തർ മന്ദറിലെ പഴയ സമരപ്പന്തലിൽ തന്നെ ഇന്നും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ സമരം തുടരുകയാണ്. ആ സമരത്തിലേക്ക് വിദ്യാർത്ഥികൾ ഇപ്പോഴും എത്തിച്ചേരുന്നുണ്ട് എന്നാണ് CJPയും പറയുന്നത്. ഇതിനോടകം തന്നെ 1000-ലേറെ വിദ്യാർത്ഥികൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ജന്തർ മന്ദറിലെ സമരപ്പന്തലിൽ ഉണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇന്നലെ ഉണ്ടായിരുന്നത് പോലെ വലിയൊരു ആൾക്കൂട്ടം സമീപത്തെ റോഡുകളിൽ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യം ഒന്നുമില്ല. ഇപ്പോൾ രാജ്യസഭയിൽ വലിയ ബഹളം ഉണ്ടാകുന്നു. രാജ്യസഭയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് കൂടി നമുക്കൊന്ന്